ഹായ്, എല്ലാവർക്കും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചതുപോലെ നമ്മളിന്നും പുതിയൊരു പാഠവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പം കൂട്ടുകാരെല്ലാം സൺഡേ സ്കൂൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? പേന എടുക്കണം, ബുക്ക് എടുക്കണം, എന്നിട്ട് ബൈബിൾ എടുക്കണം. എല്ലാവരും റെഡി ആയിരിക്കണം. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുന്നു. ദൈവമേ, ഈ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ. കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കണമേ. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാ കുഞ്ഞുങ്ങളും സുരക്ഷിതരായിരിക്കാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഉറക്കെ ആമേൻ പറഞ്ഞേ. ആമേൻ. നമ്മൾ ഇന്നൊരു പുതിയ പാഠം പഠിക്കാൻ പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു, യേശു കർത്താവ് ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഒരുപാട് ആൾക്കാരെ, ഭൂതം ബാധിച്ച ആളുകളെയൊക്കെ യേശു കർത്താവ് വിടുവിക്കുന്നത് നമ്മൾ പഠിച്ചു. യേശു കർത്താവ് ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മളൊരു രോഗിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് യെരുശലേമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കുളമുണ്ടായിരുന്നു. കുളം കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഒരുപാട് കുളങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ കുളത്തിൻ്റെ പേര് ബെഥസ്ത എന്ന് പറഞ്ഞ ഒരു കുളമാണ്. ബെഥസ്ത എന്ന വാക്കിനൊരർത്ഥമുണ്ട് കരുണയുടെ ഭവനം. അപ്പം ഈ ബെഥസ്ത എന്ന കുളത്തിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് രോഗികൾ കിടപ്പുണ്ട്. ഒത്തിരി നടന്നു പോയി അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവർ, കണ്ണ് കാണാത്തവർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള രോഗികൾ ഈ കുളത്തിൻ്റെ കരയിലുണ്ട്. അപ്പം ഈ കുളത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കുളത്തിൽ ഒരു ദൂതൻ വന്ന് ഈ കുളം കലക്കും. അപ്പം ഈ കുളം കലക്കുന്ന സമയത്ത് ആദ്യം പോയിട്ട് ആരാണോ ഈ കുളത്തിൽ ഇറങ്ങുന്നത് അവരാണ് സൗഖ്യമാകുന്നത്. അപ്പം ഈ കുളത്തിൻ്റെ കരയിൽ ദൂതൻ വരാനും കുളം കലക്കാനും ഒക്കെ കാത്തിങ്ങനെ ഒരുപാട് രോഗികൾ കിടപ്പുണ്ട്. ഓരോ ദിവസവും കുളം കലങ്ങുമ്പോൾ ആൾക്കാർ പോവും. ആരാണോ ആദ്യം ചെന്ന് ഇറങ്ങുന്നത് അവർ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഈ കാര്യങ്ങളിങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം യേശു കർത്താവ് അതുവഴി വന്നപ്പം യെരുശലേമിൽ നിന്ന് ആ കുളത്തിൻ്റെ ഭാഗത്തേക്ക് യേശു കർത്താവ് വരുമ്പോൾ ഈ കുളത്തിൻ്റെ കരയിൽ ഒരു രോഗി ഉണ്ടായിരുന്നു. ഈ രോഗിയുടെ അടുക്കലേക്ക് യേശു കർത്താവ് ചെന്നു. 38 വർഷമായി ഈ രോഗി ഈ കുളക്കരയിൽ കിടക്കുക. അപ്പം ഒരുപാട് ദിവസങ്ങൾ ഈ ദൂതം വന്ന് കുളം കലക്കുമ്പോഴൊക്കെ ഒരുപാട് ആളുകൾ വന്ന് സൗഖ്യം പ്രാപിക്കുമ്പോഴൊക്കെ ഈ മനുഷ്യനും ഓടിപ്പോയി കുളത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. താൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ താൻ അങ്ങ് ചെല്ലുമ്പോഴേക്കും വേറൊരാൾ വന്നിറങ്ങും. പിന്നെ അന്നത്തെ ആ ചാൻസ് അങ്ങ് പോവും. അങ്ങനെ യേശു കർത്താവ് വന്നപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കിടപ്പുണ്ട്. യേശു കർത്താവിന് ഈ മനുഷ്യനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഈ മനുഷ്യനൊരു വിശ്വാസവും ഉണ്ട്. അപ്പം യഹൂദന്മാരുടെ ഒരു ഉത്സവമൊക്കെ ഉണ്ട്. ആ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടാണ് യെരുശലേമിലേക്ക് യേശു കർത്താവ് പോകുന്നത്. ബെഥസ്ത കുളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഈ രോഗി എത്ര വർഷമായി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? 38 വർഷമായി. 38 വർഷമായിട്ട് ഇദ്ദേഹം രോഗിയാണ്. ഈ 38 വർഷക്കാലം ഈ കുളത്തിൻ്റെ കരയിൽ വളരെ ബുദ്ധിമുട്ടോടുകൂടി കിടക്കുന്ന ഈ ആളിനെ കുളത്തിലേക്ക് ഇറക്കാനായിട്ട് വേറൊരാളുടെ ഹെൽപ്പ് വേണം. അത് നടക്കുന്നില്ല. തന്നെ ഇറങ്ങി പോകാനും ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. തന്നെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് വേറൊരാൾ വന്നിറങ്ങും. അങ്ങനെ പിന്നെ അവിടെ സൗഖ്യം അവിടെ നടക്കാതെ പോകും. അപ്പോൾ അങ്ങനെ ഈ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കിടക്കുമ്പോൾ യേശു അതുവഴി വന്നിട്ട് ഇവൻ്റെ ഈ ബുദ്ധിമുട്ടറിഞ്ഞു. ഒരുപാട് നാളായി, അല്ലെങ്കിൽ 38 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്നൊക്കെ യേശു കർത്താവ് അറിഞ്ഞിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, പക്ഷേ ഈ കുളത്തിൽ ദൂതം വന്ന് കുളം കലക്കുമ്പോൾ ഇറങ്ങിപ്പോയി എനിക്ക് സൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് അവിടെ വരെ എത്തുമ്പോഴേക്കും മറ്റൊരാൾ വന്നിറങ്ങും. അപ്പോൾ എനിക്കവിടെ സൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ യേശു കർത്താവിനോട് ഈ മനുഷ്യനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു,
അങ്ങനെയാണെങ്കിൽ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ യജമാനനെ, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് ഈ രോഗി യേശു കർത്താവിനോട് പറയുകയുണ്ടായത്. യേശു കർത്താവിനോട് പറഞ്ഞു, യജമാനനെ, എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ സൗഖ്യമാകുവാൻ മനസ്സുണ്ടെങ്കിലും എന്നെ അതിനകത്തോട്ടൊന്ന് ഇറക്കാനായിട്ട് വേറെ ആരും എനിക്കില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ചില വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്ന് യേശു കർത്താവിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യേശു കർത്താവിന് മനസ്സലിവ് തോന്നിയിട്ട് യേശു കർത്താവ് ഈ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. അപ്പം അത്രയും കേട്ടപ്പോഴത്തേക്കിന് ഈ രോഗിക്കൊരു ഭയങ്കര ഒരു അതിശയം തോന്നിയോ, അങ്ങനെ പറഞ്ഞപ്പോഴേ സൗഖ്യം പ്രാപിക്കുക. അപ്പോൾ യേശുവിൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ഈ രോഗി എന്ത് ചെയ്തു, പതുക്കെ തൻ്റെ കിടക്കയെടുത്ത് നടക്കാനായിട്ട് തുടങ്ങി. അതുവരെ നടക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. അപ്പം യേശുവിൻ്റെ ഈ വാക്ക് കേട്ടപ്പോഴത്തേക്ക് എഴുന്നേറ്റ് തൻ്റെ കിടക്കയെടുത്ത് നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. 38 വർഷമായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ രോഗിയാണ്, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് യേശു കർത്താവ് പറഞ്ഞത് നിൻ്റെ കിടക്കയെടുത്ത് നടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നടന്നപ്പോഴത്തേക്ക് ആ മനുഷ്യൻ ഉടനെ സൗഖ്യമായി, കിടക്കയെടുത്ത് നടക്കാൻ തുടങ്ങി. അങ്ങനെ യേശു കർത്താവിൻ്റെ വാക്കിനാൽ ഈ മനുഷ്യൻ സൗഖ്യമായി. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ആദ്യം നമ്മൾ കുളത്തിനെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പം ഈ കുളത്തിന് ഒരു പേരുണ്ടായിരുന്നു, ബെഥെസ്ത എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. അതൊരു എബ്രായ വാക്കാണ്. ഈ ബെഥെസ്ത കുളത്തിൻ്റെ കരയിലാണ് ഈ രോഗി കിടന്നത്. എത്ര വർഷം ഈ രോഗി അവിടെ കിടന്നു? 38 വർഷം ഈ രോഗി ബെഥെസ്ത കുളക്കരയിൽ കിടന്നു. ഒരുപാട് നാളുകൾ ആളുകളിങ്ങനെ ഓരോ ദിവസവും സൗഖ്യം പ്രാപിക്കുമ്പോൾ തനിക്ക് തന്നെ സൗഖ്യം പ്രാപിക്കാൻ കഴിയാഞ്ഞിട്ട് താൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ പോയി. അങ്ങനെ യേശു കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് യേശു കർത്താവിൻ്റെ വാക്ക് മൂലമാണ് ഈ രോഗി സൗഖ്യമായത്. അങ്ങനെയാണ് നമ്മളിന്നിവിടെ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിച്ച ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ ഉള്ള ഭാഗത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കണം. വായിക്കാനായിട്ട് നിങ്ങളുടെ ചേച്ചിമാരെയും ചേട്ടന്മാരെയും അല്ലെങ്കിൽ പേരൻസിനെയൊക്കെ കൂടിയിരുത്തി അവരെ കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു തരാനായിട്ട് പറയണം. അങ്ങനെ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം എത്ര നമുക്ക് രോഗമാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ യേശുവിനോട് ചേർന്ന് നിന്നാൽ അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്ക് കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലൊക്കെ ഒരു വിടുതൽ പ്രാപിക്കാൻ പറ്റും. അപ്പോൾ ഈ 38 വർഷം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത വ്യക്തി യേശു കർത്താവ് സൗഖ്യമായെങ്കിൽ എത്ര വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രതികൂലത്തെയും മാറ്റാൻ ആരെക്കൊണ്ട് കഴിയും? യേശുപ്പച്ചനെ കൊണ്ട് കഴിയും. അപ്പോൾ യേശുപ്പച്ചൻ അത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണം അല്ലേ? യേശു പറയുന്നതനുസരിക്കാനും യേശുവിനെ വിശ്വസിക്കാനും നിങ്ങൾക്കൊരു മനസ്സുണ്ടായിരിക്കണം. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ യേശു കർത്താവിങ്കിൽ നിന്ന് നമുക്ക് സൗഖ്യവും വിടുതലും ഒക്കെ പ്രാപിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിന്ന് ഈ പാഠത്തിൽ നിന്നൊരു വാക്യം പഠിക്കാം. വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് അവിടുത്തെ നമ്മളിന്ന് പഠിച്ച ഭാഗത്ത് തന്നെയുള്ള ഒരു വാക്യമാണ്. 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അതാണ് വാക്യം. ഒരു പ്രാവശ്യം കൂടെ പറയാം. എല്ലാവരും കേട്ട് ശ്രദ്ധിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും യേശുപ്പച്ചൻ്റെ ഈ യേശുപ്പച്ചൻ സൗഖ്യപ്പെടുത്തിയ ഈ കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ വളരെ കൂടുതൽ സമയം ദൈവവചനം വായിക്കാനും യേശുപ്പച്ചൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ മറ്റ് സ്കൂൾ ജീവിതത്തിലാകട്ടെ മറ്റ് കാര്യങ്ങളിലൊക്കെ ആകട്ടെ യേശുവിനെ കൂട്ടുപിടിച്ച് മുമ്പോട്ട് പോകാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരുമിച്ച് ദൈവഭാരതവരുത്തെങ്കിലായിരിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കണമേ. ഇന്നത്തെ ക്ലാസ്സിലൂടെ കേട്ടതുപോലെ
മനസ്സോടെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, സൗഖ്യങ്ങളും വിടുതലുകളും പ്രാപിപ്പാൻ ദൈവം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.